അടുത്തത് ഇച്ചിരി ഒരു ന്യൂ ഏജ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതിന്റെ പേര് ഇൻഫോ എഡ്ജ് എന്നാണ്. ഈ കമ്പനിയുടെ ഓണർഷിപ്പ് Naukri.com ആണ് ഇവരുടെ ഫേമസ് ബ്രാൻഡ്. അതുപോലെ 99 acres അങ്ങനത്തെ കുറച്ച് ഡൊമൈൻസ് ഇവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഈ പ്രോപ്പർട്ടി ലിസ്റ്റിംഗ്, ജോബ് ലിസ്റ്റിംഗ്, പിന്നെ ഈ മാരേജ്, മാട്രിമണി അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള ഓരോരോ സൈറ്റുകളാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്. നല്ല വരുമാനമാണ്. ഇവരുടെ ബ്രാൻഡ് പ്രൊമോഷൻ ഉള്ളതുകൊണ്ടും നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ടും ഈ ഈ ഈ ഇപ്പം നോക്കറിയിൽ മിക്ക കമ്പനിക്കാരും കാണും. അതുപോലെ തന്നെ അതുകൊണ്ട് ഈ ജോബ് സീക്കേഴ്സ് അതിലോട്ട് വരുന്നുണ്ട്. അപ്പൊ കൂടുതൽ ജോബ് സീക്കർ ഉള്ളതുകൊണ്ട് കമ്പനികളെല്ലാം ഈ Naukri.com വരും. സോ അങ്ങനെ ഒരു നല്ലൊരു സൈക്കിളാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവരുടെ ബാക്കി കമ്പനീസിലും ഇവര് ഒരു മികവ് കാണിക്കുന്നത്. പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഈ സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് സൊമാറ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തത്. പിന്നെ പോളിസി ബസാർ പോലത്തെ ഒരു ഫേമസ് കമ്പനിയുണ്ട്. ഇവരെല്ലാം ഈ സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റ് ഇവർക്ക് ഹൈ വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കമ്പനിയുടെ വില കൂടാനുള്ള ഒരു കാരണം അതും കൂടെയാണ്. ഇച്ചിരി വശപ്പശകായിട്ടുള്ള ഒരു സെക്ടറാണ് ഈ ആൽക്കഹോൾ സെക്ടർ. ആൽക്കഹോൾ സെക്ടറും ടൊബാക്കോയും. പക്ഷെ ഹൈലി റിമ്യൂണറേറ്റീവ്, നല്ല റിട്ടേൺസ് കിട്ടുന്ന ഒരു സെക്ടറാണ്. ഗവൺമെന്റ് ഭയങ്കര ടാക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഈ ഓരോ ആൽക്കഹോൾ ആയാലും ലിക്കർ ആയാലും ഈ ടൊബാക്കോ ആയാലും നല്ല ബ്രാൻഡുകൾ കൊണ്ട് ഫേമസ് ആവുന്നുണ്ട്. അപ്പൊ ആൽക്കഹോൾ സെക്ടറിൽ എനിക്ക് ഇഷ്ടമുള്ള കമ്പനീസ് ഞാൻ പറയാം. റാഡിക്കോ ഖേത്താൻ, GM ബ്രൂവറീസ്. ഈ രണ്ട് കമ്പനീസ് ഈ ഏകദേശം ഈ മിഡിൽ ആൻഡ് ലോ എൻഡ് ലിക്കറാണ് ഇവര് മാനുഫാക്ചർ ചെയ്യുന്നത്. നല്ല ബ്രാൻഡുകൾ അവരുടെ ഫേമസ് ആണ്, അല്ലെങ്കിൽ അവർക്ക് നല്ല സെയിൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഏരിയ അവർ നല്ല രീതിയിൽ കവർ ചെയ്യുന്നുണ്ട്. അതാണ് ഈ റാഡിക്കോ ഖേത്താനിലും GM ബ്രൂവറീസിനും എനിക്ക് ഇഷ്ടമുള്ളത്. പിന്നെ മാർക്കറ്റ് ലീഡേഴ്സായ യുണൈറ്റഡ് ബ്രൂവറീസ്, യുണൈറ്റഡ് സ്പിരിറ്റ്സ് വാങ്ങി വെക്കാവുന്നതാണ്. രണ്ടും ഫോറിൻ ഓണേഴ്സിന്റെ കയ്യിലാണ് ഇപ്പം. വിജയ് മാല്യയുടെ ഓണർഷിപ്പിൽ നിന്ന് മാറിയിട്ട് ഇവരിപ്പം ഫോറിൻ ഓണേഴ്സിന്റെ കയ്യിലാണ്. ഡെഫിനറ്റ്ലി ഇവരുടെ ഫ്യൂച്ചർ നല്ല രീതിയിൽ മുമ്പോട്ട് തന്നെ പോകും. ഈ ആൽക്കഹോളിന്റെയും കൺസംഷൻ, ആൽക്കഹോളിന്റെയും സ്പിരിറ്റ്സ്, ഹാർഡ് ലിക്കർ ആയാലും ബിയർ ആയാലും അതിന്റെ കൺസംഷൻ കൂടും. കാരണം ഈ ഏർണിംഗ് മെമ്പേഴ്സ് കൂടുന്നുണ്ട്. അവർ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടാണ് അവർ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ടൊബാക്കോയില് മാർക്കറ്റ് ലീഡർ ITC ആണ്. ITCയുടെ കാര്യം പിന്നെ അവര് മാർക്കറ്റ് കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ്. അവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ആണ് ഈ ഗോൾഡ് ഫ്ലേക്കും വിൽസും പിന്നെ ഇന്ത്യ കിങ്സും പ്ലേയേഴ്സും ഒക്കെയുള്ള. ഇത് ഹൈലി ഈ സിഗരറ്റിന്റെ ഏതെങ്കിലും കടക്കാരോട് ചോദിച്ചാൽ അറിയാം, അവര് നേരെ കാശ് കൊടുത്താണ് ഈ സിഗരറ്റ് വാങ്ങിക്കുന്നത്. ഇതിന് വേറെ കടകം ഉള്ള പരിപാടിയൊന്നുമില്ല. അവർ ഈ കമ്പനിയിൽ നിന്ന് അവർക്ക് ഉടനെ കാശ് വെച്ച് മേടിക്കുന്ന ഒരു പ്രവണതയേ ഉള്ളൂ. കാരണം സിഗരറ്റിന് അത്രയ്ക്ക് ഡിമാൻഡാണ്. സോ സിഗരറ്റ് സെക്ടറിലെ ഓവറോൾ ഒരു ബെനിഫിറ്റ് ഉള്ള ഒരു കമ്പനിയാണ് ഈ ITC. ഒത്തിരി പേർക്ക് അറിയാത്തൊരു കമ്പനിയാണ് VST ഇൻഡസ്ട്രീസ്. അവർ ചാർമിനാർ സിഗരറ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് പ്യുവർ ടൊബാക്കോ മാത്രം താല്പര്യമുണ്ടെങ്കിൽ VST ഇൻഡസ്ട്രീസിൽ നോക്കാം. പക്ഷേ ഈ ITCയുടെ ഗുണം എന്ന് വെച്ചാൽ അവർക്ക് ഈ കുറെ ഫുഡ് ഐറ്റംസ്, ഈ ബിങ്കോ അങ്ങനത്തെ പിന്നെ ഈ പേഴ്സണൽ കെയർ, വിവൽ,
ഷാംപൂസ്, സോപ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലേക്ക് അവർ പോയിട്ടുണ്ട്. അവർക്ക് സിഗരറ്റിന് അത്രയും ലാഭം കിട്ടിയിട്ടില്ലെങ്കിലും അവർക്ക് ഫ്യൂച്ചറിലേക്ക് ഇതിനകത്തൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ്, അതിനകത്ത് കുറച്ച് ചില കമ്പനീസ് വളരെ ഫേമസ് ആണ്. പക്ഷേ ഈ പുറം ലോകത്തെ ആൾക്കാർക്ക് കുറച്ചേ അറിയത്തുള്ളൂ. അതിലെ ആ കമ്പനീസിന്റെ പേര് ഞാൻ പറയാം. ഒന്ന് ഗ്രൈൻഡ്വെൽ നോർട്ടൺ. ഇവർ ഈ ഗ്രൈൻഡിങ് വീൽസും അങ്ങനത്തെ അതിന്റെ അബ്രേസീവ് കെമിക്കൽസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കാർബോറണ്ടം യൂണിവേഴ്സൽ ഈ ഗ്രൈൻഡ്വെൽ നോട്ടന്റെ ഒരു കോമ്പറ്റീറ്റർ ആണ്, മുറുഗപ്പ ഗ്രൂപ്പിന്റെ കമ്പനിയാണ്. ഇസാബ് ഇന്ത്യ, ESAB. ഇസാബ് ഒരു ഫോറിൻ കമ്പനിയാണ്. ഇവർ ഈ വെൽഡിംഗ് പ്രോഡക്ട്സ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. കാസ്ട്രോൾ ലൂബ്രിക്കന്റ് ആണ്. ഇവർക്ക് സ്ട്രോങ് ബ്രാൻഡാണ്. ഈ സാധാരണക്കാരും വാങ്ങാറുണ്ട് ഇവരുടെ പ്രൊഡക്റ്റ്. ഇവർക്ക് ഇവരുടെ ലൂബ്രിക്കൻസ് ഇൻഡസ്ട്രിയൽ ഏരിയയിലും യൂസ് ആവാറുണ്ട്. ഇവരുടെ ബ്രാൻഡിന്റെ ഒരു പവറും പിന്നെ ഇവരുടെ റിസർച്ചും അതുകൊണ്ട് ഇവർക്ക് നല്ല നേട്ടം വരാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും അവരുടെ പ്രോഡക്ട്സിന് ഡിമാൻഡ് കാണും. ഈ ഇലക്ട്രിക്കൽ വെഹിക്കിൾ വന്നെന്ന് വെച്ച് ആ ഡിമാൻഡ് നിന്നു പോകാനൊന്നും പോകുന്നില്ല. ഇനിയും അവർ ഒരു ഫോറിൻ ഓണർഷിപ്പിലൂടെ ആയതുകൊണ്ട് കുറച്ചുകൂടെ മികവ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. ഗോൾഡ് ലോൺ സെക്ടർ കേരളത്തിലെ 2 കമ്പനീസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഒന്ന് മുത്തൂറ്റ് ഫൈനാൻസ്, ഒന്ന് മണപ്പുറം ഫൈനാൻസ്. ഈ 2 കമ്പനീസിന്റെ ഷെയർ വാങ്ങിയാൽ ഇന്ത്യയിലെ ഗോൾഡ് ലോൺ കൊടുക്കുന്ന ഒഫീഷ്യലി ഗോൾഡ് ലോൺ കൊടുക്കുന്ന കമ്പനീസിൽ നമുക്കൊരു ഓണർഷിപ്പ് നമുക്ക് കിട്ടും. ഗോൾഡ് ലോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഗൈൻ ഫുള്ളി സ്വർണത്തിന്റെ അഗൻസ്റ്റ് ആണ്. ഈ ജുവലറിയിലാണ്. ചെറിയ ഒരു കാലാവധിയിലേക്കായിരിക്കും മിക്കതും ആൾക്കാർ തിരിച്ചെടുത്തോണ്ട് പോകാറുണ്ട്. സപ്പോസ് അവർ എടുത്തോണ്ട് പോയില്ലെങ്കിലും ആ സ്വർണം ലേലം ചെയ്ത് കഴിഞ്ഞാൽ ആ ലോണിന്റെ പൈസ മിക്കവാറും ഒക്കെ കിട്ടാറുണ്ട്. ഇതിനകത്തൊരു റിസ്ക് എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ പൈസ ഭയങ്കരമായിട്ട് വീഴുമെന്നാണ്. അങ്ങനെ ഒരു റിസ്ക് ഇതിനകത്തുണ്ട്. പക്ഷെ ആ സമയത്ത് ഇതിനെ ഒരു അവസരമാക്കി വാങ്ങിയാൽ മതി. പിന്നെ ഈ സ്വർണത്തിന്റെ വില എന്ന് പറഞ്ഞാൽ താഴ്ന്നു പോയാൽ അത് വാങ്ങാൻ ആൾക്കാർ കാണും. ഇപ്പൊ സ്വർണത്തിന്റെ വില കൂടിയിരിക്കും. അപ്പൊ ഈ കമ്പനീസ് തിരിച്ച് അതുപോലെ തന്നെ കയറി വരും. ലഗേജിന്റെ സെക്ടറിൽ നോക്കുവാണെങ്കിൽ 2 കമ്പനീസ് ആണ് ഇന്ത്യയിലെ ഡൊമിനേറ്റിംഗ് കമ്പനീസ് അത് ഷെയർ മാർക്കറ്റിലുള്ളത്. ഒന്ന് VIP ലിമിറ്റഡ്, മറ്റേത് സഫാരി ലിമിറ്റഡ്. ഈ VIP ലിമിറ്റഡും സഫാരി ലിമിറ്റഡും വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഹൈ എൻഡ്, മിഡ് എൻഡ് റേഞ്ച്, പിന്നെ ഈ ലോ എൻഡ് റേഞ്ച് നമ്മുടെ ഒരു കൺട്രോളിലായിരിക്കും. വലിയ ഒരു സൈസ് അല്ല ലഗേജ് മാർക്കറ്റിന്. എന്നാലും ഈ കമ്പനീസ് ഫ്യൂച്ചറിൽ ഗ്രോ ചെയ്യുന്നതായിരിക്കും. പെട്ടെന്ന് ഒത്തിരി കൂടുതൽ വരുന്നില്ലെങ്കിൽ ഇവരുടെ ബ്രാൻഡ് ഗ്രോ ചെയ്ത് നല്ല രീതിയിൽ ഒരു റിട്ടേൺ കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കമ്പനിയാണ് ലാവോപാലയുടെ ഈ ഡിഷസ്. അത് നല്ലൊരു ബ്രാൻഡാണ്. അതിന് ഒരു നല്ലൊരു മാർക്കറ്റ് ഉണ്ട്. ഈ കുറയുന്ന സമയത്ത് ഈ കമ്പനീസ് ഒക്കെ വാങ്ങി വെക്കാവുന്നതാണ്. പിന്നെ ഒരു പൊതുവെ ശ്രദ്ധിച്ചു കാണും, ഈ ഫൈനാൻസ് സെക്ടറിൽ അത്ര ഒരു ജസ്റ്റ് 2 കമ്പനികളെ പറഞ്ഞുള്ളൂ. പിന്നെ ചില സ്പെഷ്യൽ ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. ഒന്ന് എനിക്ക് ഇഷ്ടമുള്ള കമ്പനി എന്ന് പറഞ്ഞാൽ ബജാജ് ഫൈനാൻസ് ആണ്. ബജാജ് ഫൈനാൻസ് ഈ ഹോം അപ്ലയൻസസ് വാങ്ങാൻ വേണ്ടി ലോൺ കൊടുക്കുന്നുണ്ട്. EMI തവണ വ്യവസ്ഥയിൽ ലോൺ വാങ്ങുന്നതിന്റെ ഒരു നെറ്റ്വർക്ക് തന്നെ അവർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഈ EMI പർച്ചേസിംഗിൽ നമുക്ക് വേണമെങ്കിൽ വീട്ടു സാധനങ്ങൾ പോലും വാങ്ങാൻ പറ്റും. ചില സൂപ്പർ മാർക്കറ്റുകളിൽ പോയി കഴിഞ്ഞാൽ അവരുടെ കാർഡുണ്ട്, അത് വെച്ച് ഉപയോഗിച്ച്. അപ്പൊ അവർക്ക് ഈ ഫ്യൂച്ചറിലേക്ക് അവർക്ക് ഗ്രോത്ത് ഓൾമോസ്റ്റ് അഷ്വർഡ് ആണ്. ആൾക്കാർ ഇങ്ങനെ EMI സാധനങ്ങൾ വാങ്ങാൻ ഒന്ന് അവർ ഈ കൺസ്യൂമർ ഗുഡ്സ് വഴി അവർ കയറും. എന്നിട്ട് പിന്നെ അവർ ആ കാർഡ് പിന്നെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇത് ഭയങ്കര അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കാരണം അവർ ഈ സപ്ലയേഴ്സുമായിട്ട് ഇവർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവർ ഈ 0% EMI 0% ഇൻട്രസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ സപ്ലയറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഇത്രയും കസ്റ്റമേഴ്സ് തരും, അപ്പൊ നിങ്ങൾ എനിക്ക് എന്ത് ആനുകൂല്യം തരാൻ പോകുന്നത് അത് വെച്ച് അവർക്ക് കിട്ടുന്ന പ്രൈസ് സാധാരണ ഒരു MRP കിട്ടുന്ന പ്രൈസിനേക്കാളും കുറവായിരിക്കും. അങ്ങനെയാണ് ആ ഡിഫറൻസിലാണ് അവർ ഈ പൈസ ഉണ്ടാക്കുന്നത്. അഗൈൻ ബജാജ് ഗ്രൂപ്പാണ് നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മുമ്പോട്ടുള്ള പോക്കും വളരെ നല്ലതാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്, വേറെ വലിയ ഒരു ഷോക്കൊന്നും ഉണ്ടായില്ലെങ്കിൽ. അപ്പോൾ ഇതായിരുന്നു ചില കമ്പനീസ്. അപ്പം തുടക്കക്കാരായ സുഹൃത്തുക്കൾക്ക് ഈ കമ്പനീസ് നോക്കി വെക്കാവുന്നതാണ്. ഈ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഈ സമയത്ത് വലിയ പൈസയും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഒരു തോന്നൽ വരും.
കാരണം ഈ മാർക്കറ്റ് കൂടുന്ന സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള തോന്നും. പക്ഷേ മനുഷ്യരുടെ സൈക്കോളജിയാണ് അവിടെ നടക്കുന്നത്. ഇൻവെസ്റ്ററിന് ലാഭം ഉണ്ടാക്കണമെങ്കിൽ ഏത് വാങ്ങി എന്ന് മാത്രമല്ല, എപ്പോ വാങ്ങി എന്നുകൂടെയാണ് വളരെ ഇമ്പോർട്ടന്റ്, എപ്പോ വിറ്റു എന്നുകൂടെയാണ്. അപ്പം മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് ഇതുപോലത്തെ നല്ല കമ്പനീസ് നോക്കി വെക്കുക. നമുക്കറിയാവുന്ന ടോപ്പ് ലീഡിങ് കമ്പനീസ് തന്നെ ഉണ്ട്, അതൊന്നും ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ആ കമ്പനീസും ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാൻ വാങ്ങാൻ പറ്റുന്നതാണ്. ഈ 2008 എനിക്ക് ഓർമ്മയുണ്ട്, HDFC ബാങ്ക് 40% ഷെയർ പ്രൈസ് താഴോട്ട് പോയത്. ആ സമയത്ത് വാങ്ങിയവർക്ക് അതിന്റെ വളരെ ഹ്യൂജ് റിട്ടേൺ ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ നല്ല കമ്പനീസ് ആ സമയത്ത് 50-60% ഒക്കെ താഴെ പോയതുണ്ട്. ആ കമ്പനീസ് വാങ്ങിയവർക്കും നല്ല ലാഭം കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്ത് ഞാൻ പറയാത്ത ചില കമ്പനീസ് ഈ ക്രൈറ്റീരിയയിൽ വരാത്തത്, ഒന്ന് ഈ IT കമ്പനീസ് ആണ്. പക്ഷെ IT കുഴപ്പമൊന്നുമില്ല, IT നല്ല കമ്പനീസ് തന്നെയാണ്. ഈ ഇൻഫോസിസും TCSും ടെക് മഹീന്ദ്ര ഇവരെല്ലാം നല്ല കമ്പനീസ് തന്നെയാണ്. ഈ ക്രൈറ്റീരിയയിൽ വരാത്തതിന്റെ കാരണം ഞാൻ കൂടുതലും ഈ ക്രൈറ്റീരിയയിൽ വരാൻ പോകുന്നത് ഈ ഇന്ത്യൻ മാർക്കറ്റിൽ നിൽക്കുന്ന കമ്പനീസ് ആണ് വരുന്നത്. കുറച്ച് കമ്പനീസ് ഇതിനകത്ത് എക്സ്പോർട്ട് മാർക്കറ്റിലും ഫേമസ് ആണ്. എനിവേ സുഹൃത്തുക്കൾക്ക് ഇതെല്ലാം ഒരു ഹെൽപ്പ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ഇൻവെസ്റ്റിംഗ്, വിഷിംഗ് എ ഹാപ്പി ഇൻവെസ്റ്റിംഗ്.